നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ശത്രു സംഹാരത്തിനുള്ള ഒരു മന്ത്രമാണ്. ഒടിവിദ്യയിലെ ഒരു മന്ത്രപ്രയോഗ രീതിയാണ്. അപ്പം അതിൻ്റെ ശക്തിവിശേഷം എന്ന് പറഞ്ഞാൽ വളരെയധികം ഫലപ്രാപ്തി ലഭിക്കുന്നതാണ്. ശത്രു പൂർണ്ണമായും ഒരു മാസക്കാലയളവിനുള്ളിൽ നശിക്കുന്ന ഒരു കർമ്മമാണ്. അപ്പോൾ ഇതൊക്കെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്നതല്ല. സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടോ ഇടുന്ന മന്ത്രമല്ല. നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ശത്രുക്കൾക്കെതിരെ പ്രയോഗിക്കാനുള്ള ഒരു പ്രയോഗ രീതിയാണ്. ഒടിവിദ്യയിൽ തന്നെ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രയോഗം കൂടിയാണിത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഗ്രഹത്തിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ഒരു ശത്രുവിൻ്റെ മുമ്പിലേക്കോ അവരുടെ അടുത്തേക്കോ ഒന്നും നമുക്ക് പോകേണ്ട ആവശ്യകതയില്ല ഈ ഒരു മന്ത്രത്തിനും ഇതിൻ്റെ ഒരു താന്ത്രിക പ്രയോഗത്തിനും. ഇത് നമ്മളെവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു മന്ത്രപ്രയോഗം ഒരു മാസ കാലയളവാണ് വരുന്നത്. പക്ഷെ ഒരു മാസം നമ്മൾ നിരന്തരം മന്ത്രം ജപിക്കേണ്ട ആവശ്യമില്ല. അതിനെപ്പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ട് വീഡിയോയിൽ പറഞ്ഞുതരാം. അതായത് ഒരു അമാവാസി ദിവസം, അതായത് കറുത്ത രാവിൻ്റെ രാത്രി ദിവസമാണ് ഈ ഒരു കർമ്മത്തിന് ആദ്യമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മളൊരു പച്ച ഈർക്കിളി എടുക്കുക. നല്ല പച്ച ഉണക്കയല്ല, നല്ല പച്ച ആയിട്ടുള്ള ഈർക്കിളിയാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ അശോക വൃക്ഷത്തിൻ്റെ വടക്കോട്ട് പോയിട്ടുള്ള വേര്, ആ വേരെന്ന് പറഞ്ഞാൽ ഏറ്റവും നേർത്ത വേരാണ് എടുക്കേണ്ടത്. നമുക്കൊരു നൂല് പോലെ നമുക്ക് കെട്ടാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു നൂല് പോലത്തെ ഒരു വേരാണ് എടുക്കേണ്ടത്. ആ വൃക്ഷത്തിൻ്റെ ആ വേരെടുത്ത് നമ്മൾ ഈ പച്ച ഈർക്കിളിയിൽ നമ്മൾ ചുറ്റി വെക്കേണ്ടതാണ്. അതങ്ങനെ കൊളുത്തി അത് വെക്കണം. അത് ചാടിപ്പോവാത്ത രീതിയിൽ അതിൽ ചുറ്റി ഒരു കെട്ടിട്ട് നമുക്ക് വെക്കാൻ സാധിക്കും. അപ്പോൾ അത്ര നേർത്ത വേരാണ് നമ്മൾ എടുക്കേണ്ടത്. അത് വടക്ക് ദിശയിലേക്ക് പോകുന്ന വേരാണ് എടുക്കേണ്ടത്. അതിന് ശേഷം നമ്മളത് കയ്യിൽ പിടിച്ച് ഈ അമാവാസി നാളിൽ നമ്മൾ ഈ മന്ത്രം രാത്രിയിലാണ് ജപിക്കേണ്ടത്. മന്ത്രം പറഞ്ഞുതരാം. പാപീച്ച ക്ഷുദ്ര കർമ്മണേ മമഹിതായ ശത്രുൻ ബിഭിന്ന ഭിന്തി ഭിന്തി ഫഡ്. ഇപ്പോൾ ഒരു തവണ കൂടി പറയാം. പാപീച്ച ക്ഷുദ്ര കർമ്മണേ മമഹിതായ ശത്രുൻ ബിഭിന്ന ഭിന്തി ഭിന്തി ഫഡ്. അപ്പോൾ ഈ മന്ത്രം 108 ആ പച്ചയിർക്കിളി കൈ പിടിച്ച് നമ്മൾ ജപിക്കുക. അതിനുശേഷം നമ്മുടെ വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ ഒരു ചരടിൽ കെട്ടി നമ്മൾ അത് തൂക്കിയിടേണ്ടതാണ്. അതിന് ശേഷം വരുന്ന 7ാമത്തെ ദിവസം, നമ്മൾ ഈ ഒരു കർമ്മം ചെയ്തിട്ട് വരുന്ന 7ാമത്തെ ദിവസം നമ്മൾ ആ ഒരു ഈർക്കിളി വീണ്ടും കയ്യിലെടുത്ത് ഈ മന്ത്രം നമ്മൾ വീണ്ടും 108 തവണ ഉരുവിട്ട ശേഷം നമ്മൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് നമ്മൾ തൂക്കിയിടേണ്ടത്. വരുന്ന 7ാമത്തെ ദിവസം വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നമ്മൾ ഈ വസ്തു തൂക്കിയിടേണ്ടതാണ്. അതിനുശേഷം വരുന്ന 7ാമത്തെ ദിവസം നമ്മൾ വടക്ക് കിഴക്ക് മൂലയിൽ നമ്മൾ ഈ ഒരു വസ്തു തൂക്കിയിടേണ്ടതാണ്. അതിനുശേഷം വരുന്ന കറുത്ത വാവിന് രാത്രിക്ക് നമ്മൾ ഈ ഒരു ഈർക്കിലി എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ മന്ത്രം 108 തവണ വീണ്ടും ജപിക്കേണ്ടതാണ്. ആ ജപിച്ച ശേഷം നമ്മൾ നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ കാര്യസാധ്യം, ഏത് ശത്രുവിൻ്റെ പേര് പറഞ്ഞ് ആ ശത്രുവിനെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ 7ാമത്തെ ദിവസം അല്ലെങ്കിൽ നമ്മൾ ഈ അമാവാസി ദിവസം നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ ആ ശത്രുവിനെ നമ്മൾ മനസ്സിൽ വിചാരിച്ച ശേഷം നമ്മൾ ആ ഈർക്കിളി, നമ്മുടെ ആഗ്രഹം പറഞ്ഞ ശേഷം നമ്മൾ ആ ഈർക്കിളി ഒടിക്കണം. അപ്പോഴേക്ക് ആ ഈർക്കിളി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ തരത്തിൽ ശത്രു ഒടിയുമെന്നാണ് വിശ്വാസം. അപ്പോൾ നമ്മൾ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭീഷണിയായിട്ട് വന്നിട്ടുള്ള, നമ്മുടെ ജീവന് ഭീഷണിയായി നിൽക്കുന്ന ആ ശത്രുവിനെ നമുക്ക് ഇല്ലായ്മ ചെയ്യുന്ന മന്ത്രമാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട മന്ത്രമാണ്. ഈ മന്ത്രത്തിൽ തെറ്റുകൾ വരാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ചെയ്യുന്ന പ്രയോഗത്തിൽ ഈ വൃക്ഷത്തിൻ്റെ വേരടക്കം ഈ ദിവസങ്ങൾക്കടക്കം മാറ്റം വരാൻ പാടില്ല. അപ്പോൾ ഈ ഒരു മന്ത്രവും ഈ ഒരു ഒടിവിദ്യയും കൂടി ചേർത്തുകൊണ്ട് നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹം പ്രകാരം ആ ശത്രുവിന് സർവനാശം സംഭവിച്ചിരിക്കും. അതിലൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ 100% ഫലം കിട്ടുന്നൊരു ക്രിയയും കൂടിയാണത്. പക്ഷേ ഇതിലൊക്കെ
ഇടപെടുമ്പോൾ നമുക്കത് ചെയ്യാനുള്ള അർഹത യോഗ്യതയുണ്ടോയെന്ന് നമ്മൾ 100 വട്ടം ചിന്തിച്ച ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മറ്റൊരാളുടെ വളർച്ചയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്താലോ സ്വാർത്ഥതയാലോ നമ്മൾ ഈ ഒരു കർമ്മം ഏർപ്പെട്ടാൽ അതിൻ്റെ തിരിച്ചടി ഭയാനകമായിട്ടുള്ള രീതിയിൽ നമുക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ഏവർക്കും ഈ ഒരു വീഡിയോയെ പറ്റി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.